നമസ്കാരം, പാറൂസ് ടേസ്റ്റ് ബഡ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നു, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതോടൊപ്പം തന്നെ ആവശ്യക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൂടെ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് ആദ്യത്തെ 1-2 മാസത്തിനുള്ളിൽ തന്നെ പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിന് മുൻപായിട്ട് ഇത്തരം കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ 1-2 മാസത്തിനുള്ളിൽ തന്നെ പ്രഗ്നൻ്റ് ആവാനായിട്ട് സാധിക്കും. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ പ്രഗ്നൻസിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും എത്രയും വേഗം പ്രഗ്നൻസി കിട്ടട്ടെ, ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രഗ്നൻസി ആയിരിക്കട്ടെ, ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബി ആയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പല രോഗങ്ങളിലും വിഷമിക്കുന്ന നമ്മുടെ ചാനലിൽ കമൻ്റൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് എത്രയും വേഗം അവരുടെ അസുഖങ്ങളൊക്കെ മാറുകയും സിംറ്റംസ് ഒക്കെ കുറയുകയൊക്കെ ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. പ്രഗ്നൻസിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതിന് മുൻപായിട്ട് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബ്ലഡ് ഇല്ലാത്തത് കൊണ്ടിട്ടും ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും അതെന്ത് ചെയ്യുക, പരിഹരിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആർത്തവം സൈക്കിൾ ക്ലിയർ അല്ലെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് അത് പരിഹരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം നമ്മൾ പ്രഗ്നൻസിക്ക് വേണ്ടി ശ്രമിക്കുന്നതിന് മുൻപായിട്ട്. ഇങ്ങനെ പരിഹരിച്ചു കഴിയുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കുകയും അതേപോലെ തന്നെ കൃത്യമായിട്ട് പ്രഗ്നൻസി കിട്ടുകയും പ്രഗ്നൻസി കിട്ടിയാലുള്ള അബോർഷൻ്റെ സാധ്യതയും കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ കുറഞ്ഞിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നിങ്ങൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഓവുലേഷൻ എപ്പോഴാണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആർത്തവം കൃത്യമായിട്ടുള്ള ഒരു സൈക്കിളിലാണ്, ഇത്ര ദിവസത്തിനുള്ളിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓവുലേഷൻ എത്ര ദിവസം കൂടുമ്പോഴാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നിങ്ങൾ ഡിസ്ചാർജ് കണക്കാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഓവുലേഷൻ്റെ ലക്ഷണങ്ങൾ വെച്ചുകൊണ്ടോ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി ഓവുലേഷൻ നടക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഡോക്ടറെ കണ്ട് തന്നെ എന്ത് ചെയ്യുക, ഓവുലേഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതും അത്യാവശ്യമാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ഉയരത്തിനനുസരിച്ചുള്ള ഭാരം നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് കേട്ടോ. നിങ്ങളുടെ ഉയരത്തിനനുസരിച്ചുള്ള ഭാരം നിങ്ങൾക്കില്ലെങ്കിലും അല്ല നിങ്ങളുടെ ഉയരത്തിനേക്കാളും കൂടുതലുള്ള ഭാരമാണ് നിങ്ങൾക്കുള്ളതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഭാരം കൂടുതലാണെങ്കിൽ ഭാരം കുറയ്ക്കാനും ഇല്ലെങ്കിൽ ക്രമമായിട്ടാവാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഭാരമില്ലാത്തവർ കണിക്കണ്ട ആഹാരമൊക്കെ എടുത്ത് കഴിച്ച് ഭാരം കൂട്ടുകയല്ല വേണ്ടത്, പോഷകസമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട് ഭാരം ക്രമീകരിക്കണം വേണ്ടത്. അതേപോലെ തന്നെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തീരെ ഭക്ഷണങ്ങളൊക്കെ നിർത്തുകയല്ല വേണ്ടത്, അതും ഘട്ടം ഘട്ടമായിട്ട് എന്ത് ചെയ്യുക, ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണങ്ങൾ എന്ത് ചെയ്യാം, ക്രമീകരിക്കുക. അതേപോലെ തന്നെ വർക്കൗട്ടുകളൊക്കെ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഭാരമുള്ളവരും ഇല്ലാത്തവരും വർക്കൗട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി അടുത്തതായിട്ട് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡയറ്റിൽ. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഫെർട്ടിലിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഡയറ്റുകൾ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് അതെല്ലാം തന്നെ നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം നോക്കുക. ആൻറ്റി ഓക്സിഡൻറ്റുകളും ഇരുമ്പ് സത്വമൊക്കെ അടങ്ങിയിരിക്കുന്ന ആഹാരങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. പിന്നെ കഫീൻ അടങ്ങിയിരിക്കുന്ന ആഹാരങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പുറത്തു നിന്നുള്ള കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം നോക്കുക. അടുത്തതായിട്ട് പ്രീനാറ്റൽ വൈറ്റമിൻസ് നിങ്ങൾ എടുക്കാൻ നോക്കുക. ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം നിങ്ങൾ കഴിക്കേണ്ട സപ്ലിമെൻറ്റുകൾ അവർ കുറിച്ച് തരും, അത് സ്കിപ്പ് ചെയ്യാണ്ട് കഴിക്കുക. നമ്മൾ പ്രഗ്നൻ്റ് ആവാൻ തയ്യാറെടുക്കുന്നതിന് 1 മാസം മുമ്പെങ്കിലും കുറഞ്ഞത് നമ്മൾ ഈ സപ്ലിമെൻറ്റുകൾ എടുക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ പ്രഗ്നൻസി കിട്ടാനായിട്ടും ഇംപ്ലാന്റേഷനും ഓവുലേഷനും ഒക്കെ കൃത്യമായിട്ട് നടക്കാനായിട്ടും നമ്മളെ സഹായിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് PCOD, PCOS മുതലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വന്ധ്യതാ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രഗ്നൻ്റ് ആവാനായിട്ടുള്ള ശ്രമം നടത്തുക. അപ്പോൾ കുറച്ചുകൂടെ അപകട സാധ്യത കുറഞ്ഞിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ടുള്ള ഗുണം. പിന്നെ നമ്മുടെ ചാനലിൽ തരുന്ന മറ്റ് ടിപ്സുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ കണ്ട ടിപ്സ് ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻസി കിട്ടിയവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പുതിയൊരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നത് വരെ താങ്ക് യു.